അതായത് അഹ്റോൻ ജനത്തിന്റെ ഇഷ്ടപ്രകാരം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് നോക്കിയാൽ അവളൊന്നുമില്ല, പോരായ്മകളൊന്നുമില്ല, എല്ലാം ക്രമമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അനുഷ്ഠാനവും കർമ്മവിധികൾ പോലും ചേർന്നു പോകുന്നത് പോലെ. എങ്കിലും അത് ദൈവാരാധനയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് ഉള്ള വീഴ്ചയായിരുന്നു എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ തങ്ങളുടെ ലോകത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ ആരാധന നടത്താൻ തുടങ്ങി. അവർക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ ദൈവം അവിടെ ഉണ്ടായിരിക്കണം, ഞങ്ങൾക്ക് കാണേണ്ടപ്പോൾ കാണണം. ഈ പിടിവാശിയോടുകൂടെ മനുഷ്യൻ ദൈവത്തെ സമീപിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യൻ ദൈവത്തെ ഉപയോഗിക്കുക. ബാഹ്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യൻ വാസ്തവത്തിൽ അവനെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുക. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അവസാന അധ്യായങ്ങൾ നോക്കിയാൽ 32 മുതലുള്ള അധ്യായങ്ങൾ നോക്കിയാൽ എത്ര തവണയാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നു എങ്ങനെ കൂടാരം നിർമ്മിക്കണം, എങ്ങനെ ബലിയർപ്പിക്കണം. നിസ്സാര കാര്യങ്ങൾ കൂടി ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ പ്രവർത്തിക്കുന്നു. ഇതല്ലേ നമ്മുടെ ആരാധനക്രമം? ഒരേ സ്വരം